ഇവിടെ നീരാജനം കഴിപ്പിക്കാറുണ്ടോ? പലരും വന്നിട്ട് നീലാഞ്ജനം എന്നൊക്കെ പറയും അല്ലേ? നീലാഞ്ജനം, നീരാഞ്ജനം എന്നൊക്കെ പറയില്ലേ? ഒക്കെ തെറ്റാ. നീരാജനം, നീരിൽ നിന്ന് ജനിക്കുന്നത്. നീരാജന സമാഭാസം രവിപുത്രമമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം ശനിം ശയനേശ്വരം എന്ന നീരാജനമാണ്, നീരിൽ നിന്ന് ജനിക്കുന്നതാണ് അല്ലേ? നമ്മളെല്ലാം നീരിൽ നിന്നല്ലേ ജനിക്കുന്നത്? ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും. അപ്പൊ നീരാജന സമാഭാസം രവിപുത്രമമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം ശനിം ശയനേശ്വരം എന്ന പ്രമാണം. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ, ഞാൻ പറഞ്ഞു, ആദ്യം ഗോപുരത്തെ വണങ്ങണം, ശേഷം ധ്വജത്തെ വണങ്ങണം, ധ്വജത്തിന് മേളിലെ വാഹനത്തെ വണങ്ങണം, അകത്തോട്ട് കയറി ഭഗവാനെ തൊഴുതുകൊണ്ട് ഭഗവാന്റെ ഇടതുവശത്ത് കന്നിമൂലയിലിരിക്കുന്ന ഗണപതിയെ തൊഴണം. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രദക്ഷിണം ആരംഭിക്കണം. അവസാനം പ്രസാദം മേടിച്ച് വടക്കോട്ടിറങ്ങണം. വടക്കോട്ടിറങ്ങിയിട്ട് ചുറ്റമ്പലം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് വഴിപാടുകൾ സ്വീകരിച്ച് വീട്ടിലോട്ട് പോകണം. പല ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രമല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ വടക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല, കയറുന്ന വഴിയിൽ തന്നെ ഇറങ്ങേണ്ടി വരും. പക്ഷെ മഹാക്ഷേത്ര വിധിയാണെങ്കിൽ കിഴക്ക് നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് വടക്കോട്ട് തന്നെ ഇറങ്ങണം. അതാണ് ക്ഷേത്ര നിയമം. ഇവിടെ വടക്കോട്ടാണോ ഇറങ്ങുന്നത്? ഇവിടെ കിഴക്കോട്ടല്ലേ ദർശനം? കിഴക്കുന്ന് കയറി വടക്കോട്ടല്ലേ ഇറങ്ങുക? ഗുരുവായൂർ പോയാൽ മനസ്സിലാവും, അവിടെ നിയമാനുസൃതമാണ്. കിഴക്ക് നിന്ന് കയറി വടക്കോട്ട് ഇറങ്ങണം. അതാണ്. ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ശിവലിംഗം വെച്ച് കാണും. എന്താണെന്നറിയാവോ? ശിവനാണെന്നും പറഞ്ഞ് പലരും പോയി പ്രാർത്ഥിക്കാറുണ്ട്. കുറേ ബലിക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടേ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ല? ഇന്ന് പോയി ഇതിനകത്തൊന്ന് നോക്കിയാൽ മതി. ഉണ്ട്. എന്താണത്? ശിവനാണോ? അല്ല, സപ്തമാതൃക്കൾ ഭഗവാന്റെ വലതുവശത്ത് അഗ്നി യമൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ്. സപ്തമാതൃക്കൾ വീരഭദ്രനും ഗണപതിയൊക്കെ. ശ്രീകോവിൽ കിഴക്കോട്ടാണെങ്കിൽ വലതു ഭാഗത്ത് യമഭഗവാൻ ഇരിക്കുന്നവിടെയാണ്. കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, നേരെ തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നൈരുതി, നേരെ പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, നേരെ വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ. അങ്ങനെയല്ലേ? അപ്പോൾ ഈ ആരാണോ യമൻ വരുന്ന യമൻ്റെ തൊട്ടടുത്താണ് സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതി ഇരിക്കുന്നത്. 7 പിന്നെ 2 ഗുണം കൂടെ ഇല്ലേ? 9 ഇല്ലേ? സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയാണത് കേട്ടോ. അപ്പോൾ ഇനി അത് മറന്നു പോകരുത്. അഷ്ടദിക്പാലകരാരൊക്കെയാ? ഇന്ദ്രൻ, അഗ്നി, യമൻ, നൈരുതി, നിരുതി എന്ന് പറയും, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ. അങ്ങനെ അഷ്ടദിക്പാലകർ. അതിൽ ഈ ശിവലിംഗം എന്താണെന്നറിയാവോ? ശിവലിംഗം പോലെ ഇരിക്കുന്നത്. ഏതൊരു ഭഗവാനാണോ ശ്രീലകത്തിരിക്കുക, ഭഗവാന്റെ നിർമാല്യത്തെ സ്വീകരിക്കുന്ന നിർമാല്യധാരിയാണത്, ശിവനല്ല. ഏത് ക്ഷേത്രം എടുത്താലും നിർമാല്യധാരിയാണത് കേട്ടോ.